അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. ഇന്ന് നമ്മുടെ ഖാൻ കരിക്കോട് സാറുമായിട്ടുള്ള നിക്കാഹ് നിസാരമല്ല എന്നതിലേക്ക് നമ്മൾ എത്തുകയാണ്. അതായത് ആ നിക്കാഹിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് കുറേ മാനസികമായ തയ്യാറെടുപ്പുകൾ വേണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞത് അതിൽ ഒരുപാട് കാര്യങ്ങൾ സാറിന് അറിയാനുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കായികമായുള്ള വ്യത്യാസങ്ങളും അതേപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടുകൾ കുറേ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഇന്ന് നമുക്ക് സാറെന്ന് അറിയേണ്ടത് പരസ്പരം, അതായത് ഈ സ്ത്രീകളുടെ കാഴ്ചപ്പാടും പുരുഷന്റെ കാഴ്ചപ്പാടും വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ കാഴ്ചയിലും കേൾവിയിലും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അന്തരം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുതൽക്കൂട്ടായി മാറും. സാറേ, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞാൽ ഉപകാരമായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉസ്താദ് ചോദിച്ചത് ഈ സ്ത്രീകളുടെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളാണ് അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ കാഴ്ച, കേൾവി, സ്പർശനം എന്നിവയിൽ കൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഈ പുറമേ നിന്ന് നമ്മൾ അകത്തേക്ക് എടുക്കുന്നത്. ഇത് തമ്മിൽ ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഈ കാഴ്ചയ്ക്കും കേൾവിയിലും മുന്നിൽ നിൽക്കുന്നത് സ്ത്രീകളാണ്. അപ്പോൾ നല്ലൊരു കളർ കണ്ടാൽ സ്ത്രീ പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണല്ലോ സ്ത്രീകളുടെ സാരിക്കൊക്കെ കളർ കൂടുതലുള്ളത്. പുരുഷനാണെങ്കിൽ വെള്ളയോ എന്തെങ്കിലും ലൈറ്റ്. ഇസ്ലാം പറയുന്നതും വെള്ള വസ്ത്രത്തിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. അതെ, എത്ര ദൂരത്ത് നിന്നാലും സ്ത്രീ ഏതെങ്കിലും ഒരു വാക്ക് പറയുകയോ കേൾവിയോ ചെയ്താൽ കൃത്യമായി അവർ കേട്ട് അത് തിരിച്ചറിയും. പുരുഷന് തിരിച്ചറിയാൻ അത്ര എളുപ്പമല്ല. ഒരു വസ്തു മുന്നിലുണ്ടായാലും പുരുഷന് അന്വേഷിച്ച് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഭാര്യ ചിലപ്പോൾ ഓടി വന്നേച്ചോ, അതാ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ല, ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ആ ഒരു വസ്തു മുന്നിലുണ്ടെങ്കിലും കാണാൻ കഴിയാൻ ഇരിക്കുക എന്ന് വെച്ചാൽ ശ്രദ്ധ കുറവെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു സ്ത്രീ ആണെങ്കിൽ എന്തും വ്യക്തമായി ശ്രദ്ധിക്കും. പുരുഷനാണെങ്കിൽ അതേ കാര്യം തന്നെ അവിടെ നിന്ന് തന്നെ ആവർത്തി ചോദിച്ചുകൊണ്ടിരിക്കും. ഇനി നിറങ്ങളുടെ കാര്യം പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, സാരി ആയാലും അതുപോലെ തന്നെ സാരിക്കും ചേർന്ന ബ്ലൗസ് ഇപ്പോൾ ഭർത്താവ് എടുത്തുകൊണ്ട് വന്നാൽ അത് രണ്ടും കൂടെ ചേർച്ചുള്ളതായിരിക്കത്തില്ല. പക്ഷെ സ്ത്രീ തന്നെ പോയാൽ ഒരു സാരിക്ക് ചേർന്ന ബ്ലൗസ് തന്നെ കൃത്യമായി അവർ കണ്ടെത്താനുള്ള കഴിവുണ്ട്. അതാണ് അതിനൊക്കെയുള്ള കഴിവ് എന്ന് വെച്ചാൽ സൂക്ഷ്മ നിരീക്ഷണം, എന്തും ഉള്ളിലേക്ക് കയറി നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഉള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഇപ്പം ഭാര്യ എന്തെങ്കിലും അവിടെ പറയും, ഭാര്യ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ അത് കണ്ടില്ല ഇതില്ലാതെ കുറച്ച് കഴിയുമ്പം നിങ്ങളാ പറഞ്ഞ കാര്യം ചെയ്തില്ലല്ലോ, നീ എപ്പോൾ പറഞ്ഞു കേട്ട് നടക്കത്തില്ല. അപ്പോൾ പുരുഷൻ്റെ ഒരു പ്രത്യേകത, സ്ത്രീ എന്ത് പറഞ്ഞാലും സ്ത്രീ ഓർക്കും, പുരുഷൻ ഓർക്കത്തില്ല. അതാണ് പല പ്രശ്നങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രശ്നമായി മാറുന്ന ഒരു കാര്യമാണ്. കേൾവിയുടെ കാര്യത്തിൽ പുരുഷൻ വളരെ പിന്നിലാണ്. സ്പർശനം, ഒരു കാര്യം തൊട്ടാൽ അത് വളരെ പെട്ടെന്ന് സ്ത്രീ മനസ്സിലാക്കും, പുരുഷൻ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ സ്പർശനത്തിൻ്റെ കാര്യത്തിലായാലും കാഴ്ചയുടെ കാര്യത്തിലായാലും കേൾവിയുടെ കാര്യത്തിലായാലും ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളാണ് വീടുകളിലെ പ്രശ്നങ്ങൾക്കും കുടുംബ ബന്ധങ്ങളിലെ മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ ദോഷകരമായി ബാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യം മനസ്സിൽ വെക്കുക, നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അൽഹംദുലില്ലാ, വളരെ വിലപ്പെട്ട അറിവുകളാണ് നമുക്ക് നൽകുന്നത്. കുടുംബത്തിലെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിഞ്ഞിരുന്നാൽ, തുടക്കം മുതൽ അറിഞ്ഞിരുന്നാൽ അവരുടെ ഭാവി ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം പഠിക്കുക, പരസ്പരം തിരിച്ചറിയുക, അതാണ് ഈ നമ്മുടെ സാറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിലപ്പെട്ട അറിവുകൾ. അപ്പൊ അങ്ങനെയൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പരസ്പരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ അൽഹംദുലില്ലാ വളരെ സന്തോഷകരമായിരിക്കും. അല്ലാഹു തആല ഈ അറിവ് നമുക്ക് പകർന്നു നൽകാൻ സാറിന് എല്ലാവിധ അനുഗ്രഹം ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.